പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ എടുക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 118:23. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്, ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. ഏതാണ് കർത്താവിന്റെ പ്രവൃത്തി? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് വചനം പറയുകയാണ്, പ്രഭാഷകന്റെ പുസ്തകം 2:8 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തര് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അവർക്ക് പ്രതിഫലം ലഭിക്കും, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ആ പ്രതിഫലം എങ്ങനെയായിരിക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്, വിസ്മയകരമായ രീതിയിൽ. അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിസ്മയകരമായ കാര്യങ്ങളാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രഭാഷകന്റെ പുസ്തകം 2:9 നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. 3 കാര്യങ്ങൾ പ്രതീക്ഷിച്ചോളാനാ പറയുന്നത്. ഈ 3 വാഗ്ദാനങ്ങളും വിസ്മയകരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തരുന്ന അനുഗ്രഹമാണ്. അതെന്തൊക്കെയാണ്? ഐശ്വര്യം, 1 ഐശ്വര്യം, 2 നിത്യാനന്ദം. ഈ ലോകത്തിലെ ലൗകികമായ ആനന്ദം മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങൾ മാത്രമല്ല, മറിച്ച് നിത്യാനന്ദം, എന്നും ദൈവത്തിന്റെ മഹത്വത്തിൽ ആനന്ദിക്കാനുള്ള കൃപ. 3 അനുഗ്രഹം. ഏതെല്ലാം മേഖലകളിൽ ഒരു ദൈവ പൈതല് അനുഗ്രഹിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളെല്ലാം വന്നു ചേരുമെന്നാണ് ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് ഉറപ്പുള്ള വാഗ്ദാനം ദൈവം തരുന്നത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിസ്മയകരമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി, അത് മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിലുമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.